ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നാം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എത്രയെത്രയോ ജീവിതങ്ങൾ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, നിരാശയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥലങ്ങളിൽ പോയാൽ, എവിടെയൊക്കെ തീർത്ഥാടനങ്ങൾ നടത്തിയാൽ, പദയാത്രകൾ നടത്തിയാൽ, കർമ്മമാർഗങ്ങൾ നടത്തിയാൽ എനിക്ക് രക്ഷയുണ്ടാകും, എൻ്റെ കുടുംബത്തിന് സമാധാനം ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യൻ ഉഴന്നു നടക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ നല്ല ദിവസം ഇങ്ങനെയൊരു സന്ദേശവുമായി നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കരുതുകയാണ്. ഇന്ന് നമ്മുടെ വിരൽത്തുമ്പുകളിൽ ഇരിക്കുന്ന സോഷ്യൽ മീഡിയ അടക്കം പത്രമാധ്യമങ്ങളിലൂടെ, മറ്റ് ടെലിവിഷൻ ചാനലുകളിലൂടെയൊക്കെ ദിനംതോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ക്രൂരമായിരിക്കുന്ന കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും പരമ്പരകൾ ഓരോ ദിവസം നാം കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിലുള്ള കൂട്ടക്കൊലകളും അരങ്കൊലകളുമൊക്കെ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷരത കാര്യത്തിൽ മുമ്പ് നിൽക്കുന്ന ഈ കേരളത്തിൽ എന്തുകൊണ്ട് മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു? ഇതിനെയെല്ലാം പിന്നിൽ നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുവാൻ സാധിക്കും, മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമെന്ന ഭീകരമായ സത്യമാണ്. അതാണ് മനുഷ്യനെ പലതിലേക്കും അഡിക്റ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മദ്യപാനം മനുഷ്യനെ അഡിക്റ്റാക്കുകയാണ്. മയക്കുമരുന്നുകൾ മനുഷ്യനെ അഡിക്റ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്ന് കരകയറുവാൻ കഴിയാതെ അല്പം സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ വിരഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഈ മണ്ണിൽ പോലും എത്രയെത്രയോ അനിഷ്ട സംഭവങ്ങൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ സുവിശേഷത്തിന്റെ മഹത്വം നിലകൊള്ളുവാൻ ഇടയാകുന്നത്. ശാസ്ത്രീയ സാങ്കേതിക രംഗത്തുള്ള മനുഷ്യന്റെ കുതിപ്പ് നല്ല ഭാവിയുടെ പ്രത്യക്ഷകരണമായി കാണാമെങ്കിലും അതിനും സാരമായ മങ്ങൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ ഭൂമിക്ക് എന്തു സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല, നമുക്കെന്തു സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങൾ വന്നെത്തി നിൽക്കുന്നത്. എന്നാൽ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ നിത്യമായ സമാധാനമാണ്. ലോകം തരാത്തൊരു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അരുളിച്ചത കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളൊരു സന്ദേശമാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ 15, 16, 17 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളല്ലേ ഓരോ ദിവസവും ഞാൻ നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് മലയാള മനോരമ പത്രത്തിൽ വന്ന, സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്തയുണ്ട്. ഒരു നേഴ്സിംഗ് പഠിക്കുവാൻ പോയി ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ആ കുഞ്ഞിനെ പറഞ്ഞയച്ചതാണ്. പക്ഷേ വലിയ മാഫിയ സംഘങ്ങളുടെ പിടിയിൽ അകപ്പെട്ടിട്ട് കോടിക്കണക്കിന് വില വരുന്ന MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ബാഗ് പരിശോധിച്ചപ്പോൾ ആ പെൺകുട്ടിയിൽ കണ്ടെടുക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ എത്രയെത്രയോ യൗവനക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. മദ്യം മനുഷ്യന് സമാധാനം കൊടുക്കുകയില്ല, മയക്കുമരുന്നിന് മനുഷ്യന് സമാധാനം കൊടുക്കുകയില്ല. അല്പസുഖത്തിനു വേണ്ടി, അല്പ സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ അതിന്റെ പുറകെ പോകും. പക്ഷേ അതെല്ലാം അവനെ കൊണ്ട് എത്തിക്കുന്നത് മരണത്തിന്റെ വഴികളിലേക്കാണ്. നമുക്കറിയാം, പ്രേമ നൈരാശ്യം കൊണ്ടും എത്രയോ ബന്ധങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് തിരുവല്ല പട്ടണത്തിന് നടുവിൽ ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച വാർത്തകൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. തിരുവല്ലായ്ക്കപ്പുറത്ത് പെരുന്തുരുത്തി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു മാതാവും പിതാവും ഒരു കാറിനകത്ത് കത്തിച്ചാമ്പലായി. അവരുടെ ആ വിഷയത്തെ പറ്റി പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലായത്, ഒരു മാതാവിനും പിതാവിനും
ഏക മകനായിരുന്നു ആശ്രയം എന്നുള്ളത്. അവനിൽ സകല പ്രത്യാശയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് ആ മനുഷ്യർ ജീവിച്ചെങ്കിലും അവനവർക്ക് ഒരു തലവേദനയായി മാറുവാനിടയായി. എങ്ങനെയെങ്കിലും മാതാപിതാക്കളെ കൊല്ലണമെന്നുള്ള ലാഘവത്തോടുകൂടെ ഓരോ പ്രശ്നങ്ങൾ വീട്ടിനകത്ത് ആ പൈതല് ചെയ്തു കൂട്ടിയപ്പോൾ അത് സഹിക്കുവാൻ കഴിയാതെ ആ മാതാവും ആ പിതാവും കൂടെ അവരുടെ സ്വന്തം കാരണകത്ത് തീ കൊളുത്തി അവരുടെ ജീവൻ എടുക്കുവാനിടയായി തീർന്നു. നാം ഒന്ന് ചിന്തിക്കണം, സാക്ഷരത കാര്യത്തിൽ മുമ്പ് നിൽക്കുന്ന ഈ കേരളത്തിൽ എന്താണ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ എല്ലാം പിന്നിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പാപമെന്ന അതേ ഭീകരമായ സത്യമാണ്. അത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി അതേ മനുഷ്യനെ ഇഷ്ടമുള്ള ബോധിച്ച വഴികളിലൂടെ അവനെ കൊണ്ടുപോയി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാപത്തിന്റെ പിടിയിൽ അമർന്നുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് വേഷത്തിൽ മനുഷ്യനായി ദാസ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി കാൽവറിയിൽ എന്നേക്കും ഒരു യാഗമായി തീരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇതൊരു മതപ്രഭാഷണമല്ല, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മനുഷ്യനെ ചേർക്കുവാനുള്ള ഒരു പ്രസംഗവുമല്ല. ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ലോകത്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന സർവശക്തനായ യേശു ക്രിസ്തുവിനെയാണ്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ല, കുചേലനെന്നോ കുബേരനെന്നോ ഇല്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പാപം നിറഞ്ഞ ഭൂമിയിൽ പാപമില്ലാത്തവനായി ലോകത്തിന്റെ വെളിച്ചമായ അന്ധകാരത്തിൽ കിടക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുവാൻ ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യനൊരു പൂർണ്ണമായ സ്വാതന്ത്ര്യം നടത്തിക്കൊടുക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് പൂജാതനാകുവാനിടയായി തീർന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. പിന്നെയും നിങ്ങൾ അടിമയുഗത്തിൽ കുടുങ്ങിപ്പോകരുത്. എന്തിന്റെ അടിമയുഗത്തിൽ? മദ്യപാനത്തിന്റെ അടിമയുഗത്തിൽ, പാപത്തിന്റെ അടിമയുഗത്തിൽ, മയക്കുമരുന്നിന്റെ അടിമയുഗത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്നേക്കും ഒരു വീണ്ടെടുപ്പ് യേശു നൽകി തരുവാനിടയായി തീർന്നു. ഞാനിവിടെ ഉയർത്തി കാണിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിനെയല്ല, ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെയാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. പ്രിയ സ്നേഹിത, മാതാവേ, പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. നിന്റെ പാപത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് കാൽവരിയിൽ യേശു എന്നേക്കും ഒരു യാഗമായി തീരുവാനിടയായി തീർന്നത്. പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരിയുടെ കുലത്തളം വരെ 2 കാട്ടുമരങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെട്ട പച്ചമര കുരിശ് ചുമന്നുകൊണ്ട് യേശു വീണ്ടും പൊങ്ങി കടന്നു പോകുമ്പോൾ അവന്റെ ആ ശരീരത്തേറ്റ മുറിവുകളും അവന്റെ തലയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തവും കണ്ടിട്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീകൾ അവയെ ശക്തമായി കരയുവാനിടയായി തീർന്നു. അവരെ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരയുവീൻ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ തലമുറകളെ ചൊല്ലി കരയേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വല്ലാത്ത ലോകത്തിലാണ് ഞാനും നിങ്ങളും കാലൂന്നി നിൽക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. പാപത്തിൽ ശാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തിന് എന്നേക്കും ഒരു വിമോചനം കൊടുക്കുവാൻ ലോകരക്ഷിതാവായി യേശു ഈ ഭൂമിയിൽ കടന്നു വന്നെങ്കിൽ അത് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, അത് നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞങ്ങൾ ഈ സന്ദേശം ഇവിടെ കൈമാറുമ്പോൾ വിളിച്ചു പറയട്ടെ, നാളെ എന്നൊരു ദിവസം നിങ്ങൾക്കുള്ളതല്ല, നാളെ എന്നൊരു ദിവസം നമുക്കുള്ളതല്ല. കാരണം എന്താണെന്നറിയാമോ? വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം, മനുഷ്യന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനുഷ്യൻ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന വെറും ഭൗതികമായ ശരീരം മാത്രമായിരിക്കും. മനുഷ്യൻ എന്തെല്ലാം ഈ ലോകത്ത് സ്വരുക്കൂട്ടിയാലും എന്തെല്ലാം നേടിയെടുത്താലും ഈ ഉലകം വിട്ട് കടന്നു പോകുമ്പോൾ അവനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏറ്റവും വലിയ ശക്തനായ ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ മാക്സിലോണി. അലക്സാണ്ടർ മാക്സിലോണി എന്ന് പറയുന്ന ആ ധീരനായ ചക്രവർത്തിയാണ് ആർത്തിരം എന്ന ഇന്ത്യൻ മഹാസമുദ്രത്തെ കണ്ടുകൊണ്ട്, നീ ഒരു സാമ്രാജ്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ വെട്ടിപ്പിടിക്കുമെന്ന് വളരെ ആക്രോശ സ്വരത്തോടെ വിളിച്ചു പറഞ്ഞത്. അതേ അലക്സാണ്ടർ മരിക്കുന്ന
മരിക്കുന്ന സമയത്ത് തന്റെ പരിചാരകരെ അടുത്ത് വിളിച്ചിട്ട് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിക്കുവാൻ പോകുന്നു, ചില മിനിറ്റുകൾക്കകത്ത് ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടും. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി പണിയപ്പെടുന്ന ശവപ്പെട്ടിക്ക് രണ്ട് സൈഡിലും 2 ധാരമിടണം, അതിലൂടെ എന്റെ കൈകൾ പുറത്തേക്ക് കിടക്കട്ടെ. ലോകം വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി ലോകത്ത് വന്നു, എന്നാൽ സൈന്യത്തിന്റെ ബാഹുല്യങ്ങൾ കൊണ്ട്, കരവിരുതുകൊണ്ട്, സൈന്യത്തിന്റെ ശക്തി കൊണ്ട്, തന്റേതായ മിടുക്കുകൊണ്ടൊക്കെ അനേക സാമ്രാജ്യങ്ങളെ കീഴടക്കി. എന്നാൽ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ താൻ ഒന്നുമില്ലാത്തവനായിട്ടാണ് ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മനുഷ്യന്റെ കാര്യം ഇത്രയുള്ളൂ. നിനക്കൊന്നും പുകഴുവാനില്ല, ഒന്നും പ്രശംസിക്കാനില്ല. എന്തൊക്കെ നീ നേടിയെടുത്താലും നിന്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ ഈ 6 അടി മണ്ണിൽ നീ നീറിയൊടുങ്ങുന്ന വെറും ഭൗതികമായ ശരീരമായിരിക്കും. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം. മനുഷ്യനെ പറ്റി ദൈവം പറയുന്നു, മനുഷ്യൻ ചാഞ്ഞു പോകുന്ന വേലി പോലെയും വാടിപ്പോകുന്ന പൂ പോലെയും ഉണങ്ങിപ്പോകുന്ന പുല്ല് പോലെയുമാണ്. അതുകൊണ്ടാണ് മനുഷ്യന് ഈ ലോകത്ത് അഹങ്കരിക്കുവാൻ വകയില്ലാത്തത്. അങ്ങനെയാണെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായ മരണം മനുഷ്യനെ ഏത് നിമിഷവും കാർന്നു തിന്നാം. എന്നാൽ മരണത്തിനപ്പുറത്തൊരു മരണാനന്തര ജീവിതമുണ്ടെന്നാണ് ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പറയും, ഈ ലോകത്തിലെ ജീവിതമാണ് ജീവിതം, ഇവിടുത്തെ സുഖമാണ് സുഖം, ഇവിടെ അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കാം, ഇവിടെ കൊണ്ടെല്ലാം കഴിയാമെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ മരണകാലം, നീ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന സമയം എപ്പോഴാണെന്ന് നിനക്കറിയത്തില്ല. കൊട്ടാരമായാലും മൃത്യു അവിടെയും കടന്നു ചെല്ലുമെന്ന് പാട്ടുകാരൻ പറയുമ്പോൾ, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായ മനുഷ്യനെ മരണം കാർന്നു തിന്നുന്നതിന് മുമ്പേ മരണത്തിനപ്പുറത്ത് സർവശക്തനായ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയുണ്ടെന്നുള്ളൊരു കാര്യം തിരിച്ചറിയണം. ആ നിത്യതയിലേക്ക് എത്തിക്കുവാനാണ് ഈ സന്ദേശം ഞങ്ങൾ ഈ ദേശത്ത് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നത്, രക്താംബരം പോലെ ചുവന്നതായിരുന്നാലും പഞ്ഞി പോലെ വെണ്ണയുള്ളതാക്കി മാറ്റി സ്വർഗരാജ്യത്തിൽ നിത്യതയുടെ അവകാശികളാക്കി മാറ്റുവാൻ യേശുവിന് കഴിയുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഒരുപക്ഷെ പല തീർത്ഥാടനങ്ങളും പദയാത്രകളും കർമ്മമാർഗങ്ങളും ഒക്കെ നടത്തിയിട്ട് മനസ്സിൽ നിങ്ങളുടെ മനസ്സാക്ഷി പിന്നെയും ആക്ഷേപിച്ചുകൊണ്ട് ജീവിതത്തിൽ അതേ ഒരു യഥാർത്ഥമായ സന്തോഷം പ്രാപിക്കുവാൻ കഴിയാതെ ആത്മഹത്യ പോലും മുൻപിൽ കണ്ടുകൊണ്ട് ജീവൻ ഒടുക്കിക്കളയാമെന്നുള്ള ചിന്തയിൽ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ സ്നേഹിത, നിനക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഈ ദേശത്ത് ഞങ്ങൾ കൈമാറുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, മദ്യപാനം ഒന്നിനും പരിഹാരമല്ല, മയക്കുമരുന്ന് ഒന്നിനും പരിഹാരമല്ല. നിന്റെ ജീവിതത്തിലെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിന്റെ ചാവല്യങ്ങൾ നിന്നെ മാടി വിളിക്കുമ്പോൾ അതിനപ്പുറത്തൊരു നിത്യത കരസ്ഥമാക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന കർമ്മമാർഗങ്ങളോ പദയാത്രകളോ മലകയറ്റങ്ങളോ ക്രിയകളോ ഒന്നും മനുഷ്യനെ നിത്യതയ്ക്ക് സ്വായത്തമാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ദേശത്ത് വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു എന്ന ഏക നാമമാണ്. യേശുവും പാസ്റ്റർമാരും കൂടെ നിങ്ങളെ രക്ഷിക്കുന്നത്, യേശുവാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. യേശു പുണ്യവാളന്മാരും കൂടെ അല്ല നിങ്ങളെ രക്ഷിക്കുന്നത്, യേശുവാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. യേശു മധ്യസ്ഥന്മാരും കൂടെ അല്ല നിങ്ങളെ രക്ഷിക്കുന്നത്, യേശുവാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. കാരണം രക്ഷയ്ക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും കാൽവരി ക്രൂശിൽ കൊടുത്ത ഉലകത്തിൽ ഒരുവനെ ഉദയം ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. ഉരുക്കു വല്ലുകൊണ്ട് ഉലകം ചമച്ച അനേക വീരസൂര്യ പരാക്രമികൾ ഇവിടെ പട്ടുപോയപ്പോൾ മരിച്ചു മൺമറഞ്ഞ അനേക ശക്തന്മാരായ നേതാക്കന്മാർ ഈ മണ്ണിൽ അന്തിവിശ്രമം കൊള്ളുമ്പോൾ, മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവനെന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് ഇന്നും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. സ്നേഹിത, ചരിത്രം വിളിച്ചു പറയുന്നു, കാലഘട്ടങ്ങൾ വിളിച്ചു പറയുന്നു. പാലസ്തീന്റെ മണ്ണിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അവിടെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യം ഇതാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അനേക തത്വചിന്തകന്മാരുണ്ടായിരുന്നു, മത നേതാക്കന്മാരുണ്ടായിരുന്നു, അനേക രാഷ്ട്രീയ പ്രഭുക്കന്മാർ നമുക്കുണ്ടായിരുന്നു. അവരുടെയൊക്കെ കല്ലറകളിൽ അവർ അന്തിവിശ്രമം കൊള്ളുമ്പോൾ, ആ മണ്ണിൽ നീറിയൊടുങ്ങുമ്പോൾ ഇന്ന് തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ്. അത് വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, കല്ലറകൾ
മകൾക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. അവനെ കല്ലറയിൽ ഒതുക്കി അതേ എടുത്തു വെച്ചു, വലിയ കല്ലുരുട്ടി വെച്ച് അന്നത്തെ ശക്തമായ സാമ്രാജ്യമായിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ച് റോമൻ പടയാളികളെ കാവൽ നിർത്തി. ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് സീൽ ചെയ്തപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, തിരുവെഴുത്തും പ്രകാരം 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള ദൈവഹിത പ്രകാരം മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, റോമൻ ഇമ്പീരിയൽ മുദ്രകളെ തകർത്തുകൊണ്ട്, റോമൻ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. എത്രയോ കാലങ്ങളായി, എത്രയോ വർഷങ്ങളായി ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ആ യേശു ഇന്നും ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു നിങ്ങളെ രക്ഷിക്കുവാൻ മതിയായവനാണ്. നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ മതിയായവനാണ്. നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ 80-ാം ദിവസം കൊണ്ടാടുന്ന ഈ പകൽക്കാലം ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ ഒരു കാര്യമുണ്ട്. സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയാണ്. ആ സ്വാതന്ത്ര്യത്തിനകത്ത് ഇനി അടിമകളായി ജീവിക്കേണ്ട വരത്തില്ല. നിങ്ങൾ കർത്താവിനോട് കൂടെ വാഴുവാനുള്ളവരാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രഹസ്യ പാപങ്ങൾ കടിമയായി, രഹസ്യ രോഗങ്ങൾ കടിമയായി, ജീവിതത്തിൽ നിരാശ അനുഭവിച്ചുകൊണ്ട്, വേദന അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, മാതാവേ, ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിപ്പാനിടയായി തീരും. അതുകൊണ്ട് ഈ സന്ദേശത്തിന് വിരാമം കുറിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഒരു വാക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശുവിന് ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം അതിനായി നിങ്ങളെ ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഒരു വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.